ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ബ്രെയിൻ കൊണ്ട് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് അലയൻ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അലയൻ്റ് അല്ല എങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, അതായത് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്താണ് നമുക്ക് ചോദിക്കാം. അതിനെ മറികടന്നാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളിപ്പോൾ ഹൃദയം കൊണ്ട് എന്താണ് ചിന്തിക്കുന്നത്? ഇത് രണ്ടും അലയൻ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഈ അഡ്വൈസ് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഔട്ട്കം എന്താണ്? നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകണമെന്നാണ്. എന്തും വരട്ടെ, എങ്ങനെയും വരട്ടെ, ഞാൻ മുന്നോട്ട് പോകും. അതിന് എനിക്കൊരു ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് അതാണ്. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഹൃദയം കൊണ്ട് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിൽക്കൂ, മുന്നോട്ട് പോകാൻ സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ കാത്തിരിപ്പിൻ്റെ ഒരു വേളയിലാണ്. നിങ്ങളോട് ഹൃദയം പറയുന്നത് കാത്തിരിക്കൂ എന്നാണ്. പക്ഷെ ബ്രെയിൻ പറയുന്നു നിങ്ങളോട് മുന്നോട്ട് പോകുവാൻ. ഹൃദയം പറയുന്നു നിങ്ങളോട് നിൽക്കൂ, ശരിയായ സമയത്തിനായി നോക്കി നിൽക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ബുദ്ധി പറയുന്നതും ഹൃദയം പറയുന്നതും വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ അത് അലൈൻ ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളോട് തരുന്ന അഡ്വൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യമാണോ തോന്നിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്നാണ്. ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് കിങ് ഓഫ് പെറ്റക്കിൾസ് ആണ്. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ഘടന നിങ്ങൾക്കുണ്ടാകും. സാമ്പത്തികമായൊരു സ്റ്റെബിലിറ്റി